ഹായ് സുഹൃത്തുക്കളെ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും മനസ്സിലാകത്തില്ല ഇത്. കാര്യം അവരിങ്ങനെ കഴിച്ചു കാണത്തില്ല. പണ്ടേ കാലത്തൊക്കെ ഇത് അംഗൻവാടികളിലും സ്കൂളിലും ഒക്കെ കിട്ടുന്ന ഒരു ആഹാരമായിരുന്നു, ചോളപ്പൊടിയും കൊണ്ടുള്ള ഉപ്പുമാവ്. അപ്പൊ അത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല ടേസ്റ്റാ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയ. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഏകദേശം ഒരു 1/4 കപ്പോളം ചോളപ്പൊടിയുണ്ട്. ഇത് തീരെ നൈസായിട്ടുള്ള പൊടിയല്ല, പുട്ടുപൊടിയാണ്. തീരെ നൈസായിട്ടുള്ള പൊടിയാണെന്ന് വരിലും ആദ്യം നമ്മളൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഉപ്പുമാവിനായാലും അതുപോലെ പുട്ടിനായാലും ഇതുപോലൊന്ന് വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കണ്ട, ചെറിയൊരു മണം വരും, ആ സമയം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് കറക്റ്റ് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ്. നമ്മൾ ആ സ്കൂളിലൊക്കെ ഉപ്പുമാവ് കഴിച്ചിട്ടുള്ള ആ ഒരു മണം വരുന്നുണ്ട് കേട്ടോ, ആ ഉപ്പുമാവിന്റെ. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരണേ. ഇനി ഇത് കുറേശ്ശെയായിട്ട് ഉപ്പും വെള്ളവും കൂടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കാം. ഞാൻ എന്താ ഈ പരുവത്തിലൊന്ന് ചെറുതായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണം. ഞാനിപ്പോ ഒരു 1/4 കപ്പ് പൊടിയെ എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് ഏറ്റവും ബെറ്റർ ഡാൽഡയാ കേട്ടോ. ഡാൽഡ ആണെന്ന് വലിയ അതിന്റെ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. എന്റെ ഏകദേശം ഡാൽഡ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യാണ് ഒഴിക്കുന്നത്. എണ്ണയോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർത്താൽ അത്രയും ആ ഒരു ഉപ്പുമാവിന്റെ ടേസ്റ്റ് വരത്തില്ല. ഇത്ര നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചിലർക്ക് കടുകിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷെ കടുക് എത്രയുണ്ടോ അത്രയും നല്ലതാണ് കേട്ടോ ഉപ്പുമാവിന്. എനിക്കിഷ്ടമാ കടുകിന്റെ ടേസ്റ്റ്. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഇത്രയും ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോ ചെറിയുള്ളി എന്ന് പറഞ്ഞപ്പോ ആരും അതിന് കമന്റ് ഇട്ടു, ചെറിയുള്ളി എന്ന് പറയേണ്ട കാര്യമില്ല, മറ്റേത് സവാളയാ, ഇത് ഉള്ളിയാണെന്ന്. ഞാൻ എന്തായാലും ചെറിയുള്ളി തന്നെയാണ് പറയുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി, ഒരു ചുമന്ന മുളക്, ഒരു പച്ചമുളക്. അധികം എരി വേണ്ടല്ലോ. ഇത്രയും വഴന്ന് വന്നാൽ മതി. ഇതിലേക്ക് ഒരു 2 കറിവേപ്പില ഇടുവാണ്. ഇനി നമ്മള് നനച്ചു വെച്ചിരിക്കുന്ന പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഫ്ലെയിം കുറച്ചാ വെച്ചിരിക്കുന്നത്. ഇനി എന്താ കുറേശ്ശെ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ സ്കൂളിൽ നിന്ന് കഴിക്കുന്ന സമയത്ത് ഇത്ര ഉള്ളി ഒന്നും അങ്ങനെ ചേർക്കില്ല കേട്ടോ. പക്ഷെ ചെറിയ ഉള്ളി ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ, ആ ഒരു ഓർമ്മ എനിക്കുള്ളൂ. അന്ന് ഞാൻ ഇതുപോലെ ഉള്ളി ചേർത്തുണ്ടാക്കുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ഇനി ഒന്നുകൂടെ അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കണേ. ഈ പൊടി ഒന്ന് വെന്ത് കിട്ടണം. പുട്ടുപൊടിയാകുമ്പോ കുറച്ച് തരിതരിയായിട്ടുള്ള പൊടിയാണല്ലോ. അപ്പൊ ഇങ്ങനെ വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുത്താൽ മാത്രമേ അത് ശരിയായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങളിങ്ങനെ വെള്ളം ഒഴിച്ച് ഇളക്കി അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടപ്പ് തുറക്കുമ്പോൾ അല്പം ഒന്ന് കഴിച്ചു നോക്കണം, തരിതരിയായിട്ടാണോ അതോ വെന്തോന്നെ. അല്ല, തരിതരിയായിട്ടാണെന്ന് വരി വീണ്ടും വെള്ളം ഒഴിച്ച് ഇങ്ങനെ അടച്ചു വെക്കണം. ഇപ്പൊ ഇത് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു. നമ്മൾ ആദ്യം ഉപ്പ് വെള്ളം ഒഴിച്ചാണ് നമ്മളിത് ഒന്ന് നനച്ചെടുത്തത്.
ഇനി ഇതൊന്ന് പൂർണ്ണ രൂപത്തിലാകണമെങ്കിലേ കുറച്ച് പാൽപ്പൊടി ഇടണേ. ഇത്ര മതി. നിങ്ങൾ ഇതുപോലല്ല ഉണ്ടാക്കുന്നെന്ന് വരില്ല, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല ടേസ്റ്റ് ആണ് ഇതിന്. നമുക്ക് വീട്ടിലത്തെ കുറച്ചൊക്കെ മതിയല്ലോ. അപ്പൊ ഇതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ലാസ്റ്റ് പാൽപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. മതി, ഇത്രയും മതി. ഇതാ കണ്ടോ, നല്ല ടേസ്റ്റ് ഉള്ള ഉപ്പുമാവാണിത്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.